കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന സാമ്പത്തിക ബാധ്യതകൾ കാരണം ഭിക്ഷാടനത്തിലേക്ക് എത്തി കോടികളുടെ ആസ്തി സ്വന്തമാക്കിയ ഒരു ഭിക്ഷക്കാരന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സാമ്പത്തിക പരാധീനതകൾ കാരണം വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ഇദ്ദേഹം ഇന്ന് രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ ഭിക്ഷക്കാരൻ കൂടിയാണ്. നിലവിൽ 7.5 കോടി രൂപയുടെ ആസ്തിയുള്ള ഭരത് ജെയിൻ എന്ന 54-കാരനാണ് ഭിക്ഷാടനത്തിലൂടെ കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. 40 വർഷത്തിലേറെയായി അദ്ദേഹം ഭിക്ഷാടനം നടത്തി വരികയാണ്. ഇപ്പോഴും ഭിക്ഷാടനം തുടരുന്ന ഭരത് മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിലാണ് കഴിയുന്നത്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിലും ആസാദ് മൈതാനത്തിലും ഭരത് ഭിക്ഷ യാചിക്കാറുണ്ട്. ഒരു ദിവസം ഏകദേശം 20,000 മുതൽ 40,000 രൂപ വരെയാണ് ഭിക്ഷാടനത്തിലൂടെ ഭരത് സമ്പാദിക്കുന്നതെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇടവേളകളില്ലാതെ 10 മുതൽ 12 മണിക്കൂർ വരെ ഭരത് ഭിക്ഷ യാചിക്കും. പ്രതിമാസം 60,000 രൂപ 70,000 രൂപ വരെയാണ് ഭിക്ഷാടനത്തിലൂടെ ഇദ്ദേഹം സമ്പാദിക്കുന്നത്. ഭിക്ഷ യാചിച്ച് മാത്രമല്ല ഇന്ന് കാണുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഭരത് നേടിയത്. മറിച്ച് ബുദ്ധിപരമായ നിക്ഷേപങ്ങളാണ് സമ്പന്നനാകാൻ ഭരതിനെ സഹായിച്ചത്. മുംബൈ നഗരത്തിൽ 1.4 കോടി രൂപ വില വരുന്ന 2 ഫ്ളാറ്റിന്റെ ഉടമ കൂടിയാണ് ഭരത് ജെയിൻ. ഭാര്യയും 2 മക്കളും പിതാവും സഹോദരനും അടങ്ങിയ കുടുംബങ്ങളാണ് ഭരത്തിൻ്റെത്. കൂടാതെ താനെയിൽ ഇദ്ദേഹത്തിന് 2 കടകൾ കൂടിയുണ്ട്. അവ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രതിമാസം 30,000 രൂപയാണ് വാടക ഇനത്തിൽ ഭരത്തിന് ലഭിക്കുന്നത്. നിലവിൽ 7.5 കോടി രൂപയുടെ ആസ്തിയുള്ള ഭരത് ജെയിൻ എന്ന 54-കാരനാണ് ഭിക്ഷാടനത്തിലൂടെ കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അതേസമയം വിദ്യാഭ്യാസത്തിന്റെ വിലയറിയാവുന്ന ഭരത് തന്റെ 2 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇരുവരും ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെങ്കിലും ഇപ്പോഴും ഭിക്ഷാടനം ഉപേക്ഷിക്കാൻ ഭരത് തയ്യാറായില്ല. ഭിക്ഷാടനം താൻ ആസ്വദിക്കുകയാണെന്നും ഈ ജീവിതശൈലി ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുമാണ് ഭരത് പറയുന്നത്. തനിക്ക് അത്യാഗ്രഹമില്ലെന്നും വരുമാനത്തിന്റെ ഒരു ഭാഗം ക്ഷേത്രങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി താൻ നൽകാറുണ്ടെന്നും ഭരത് ജെയിൻ പറഞ്ഞു. ഭിക്ഷാടനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ സമ്പാദിച്ച ഭിക്ഷാടകർ വേറെയുമുണ്ട്. 1.5 കോടി രൂപ ആസ്തിയുള്ള സംഭാജി ഗാലെ, 1 കോടി രൂപ ആസ്തിയുള്ള ലക്ഷ്മിദാസ് എന്നിവരും ഭിക്ഷാടനത്തിലൂടെ ധനികരായവരാണ്. ഇന്ത്യയിൽ ഭിക്ഷാടനം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭിക്ഷ യാചിച്ച് ഉപജീവനം നടത്തുന്നവർ രാജ്യത്ത് ധാരാളമുണ്ട്.